Hello friends, it's me Nived. Welcome back to my channel. പല ആളുകളുടെയും യൂട്യൂബ് തമ്പനെയിൽ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്കത് വളരെ മനോഹരമായി അല്ലെങ്കിൽ കളർഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടോ? അവരെത്ര മനോഹരമായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്കും ഇതുപോലെ ഡിസൈൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാൽ അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുക. ആദ്യം നമ്മൾ പിക്സൽ ലാബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അത് ഓപ്പൺ ചെയ്ത ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. ഇനി നമുക്ക് യൂട്യൂബ് തമ്പനെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് സൈസ് എന്ന് പറഞ്ഞിട്ടൊരിത് കിട്ടുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ കസ്റ്റം എന്നുള്ളത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തമ്പനെയിൽ കിട്ടും. അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ 16:9 എന്ന് പറഞ്ഞിട്ടുള്ളൊരു റേഷ്യോ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോണ്ട് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഹൗ ടു മേക്ക് യൂട്യൂബ് തമ്പനെയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ കൊടുക്കുക. അപ്പം നമുക്കത് ഇവിടെ വന്നു, നമ്മൾ ചെയ്ത ഫോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഫോണ്ട് സൈസ് മാറ്റണമെങ്കിൽ എല്ലാം ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഫോണ്ട് സൈസ് മാറ്റുന്നതിലാണ് ക്ലിക്ക് ചെയ്തത്. ഫോണ്ട് സൈസിൻ്റെ വലിപ്പം ചെറുതാക്കാനും കൂട്ടാനും എല്ലാം ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വൈറ്റ് കളർ തന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഒരുപാട് ഫോണ്ട്സ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഹൗ ടു മേക്ക് യൂട്യൂബ് തമ്പനെയിൽ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അത് നമ്മൾ PNG ഫയലായിട്ട് ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എൻ്റെ സിസ്റ്റത്തിൽ അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ അത് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സൈസ് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, വലുതാക്കാം ചെറുതാക്കാം എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മളത് അവിടെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ പിക്ചറെല്ലാം തന്നെ സെറ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഡിസൈനുകൾ എന്തെല്ലാം നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഈ ഒരു പിക്സൽ ലാബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇത് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ഇമേജ് എന്ന് കൊടുത്തു. അതിനുശേഷം ക്വാളിറ്റി ചോദിക്കുന്നുണ്ട്. അവിടെ കസ്റ്റം എന്ന് പ്രസ് ചെയ്ത് നമ്മൾ അൾട്രാ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം സേവ് ടു ഗാലറി എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോണിൽ ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് യൂട്യൂബ് തമ്പനെയിലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഗൈസ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഞാൻ പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.